ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനും നമ്മുടെ പ്രിയങ്കരനായ മന്ത്രിയുമായ ശ്രീ അരിയാടൻ മുഹമ്മദ്, വേദിയിലിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരായ കൌൺസിലർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഇന്ന് നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാം ഇതിന്റെ മജ്ജയും മാംസവും തുടിപ്പും ഒക്കെയായ എന്റെ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കൾ, ഇന്ന് നമുക്ക് ഈ പരിപാടി സ്പോൺസർ ചെയ്ത ബഹുമാന്യനും പ്രിയങ്കരനുമായ നമ്മുടെ പാട്ടുത്സവം തുടങ്ങിയത് മുതൽ നമ്മളോട് സഹകരിക്കുന്ന നമ്മുടെ ഗോപിദാസ് ജി.ഡി. ഇന്റർനാഷണൽ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന എന്റെ മറ്റു സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ഈ പരിപാടി നമ്മളെ അവതരിപ്പിക്കാൻ നമുക്ക് അവസരമൊരുക്കിയത് നമുക്കറിയാം. അമൃത TV ആണ് നമ്മൾ ഈ പരിപാടി ഒരുക്കുന്നത്. അമൃത TVയെ പരിപാടി ഒരുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്, നമ്മെ സഹായിച്ചത് പ്രത്യേകിച്ചും നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ കേബിൾ നെറ്റ്വർക്കിന്റെ സംഘടനയാണ്. നമ്മുടെ സഖിയും നമ്മുടെ NCVയും അടങ്ങുന്ന കേബിൾ നെറ്റ്വർക്കാണ് അവർക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ അമൃത ഈ പരിപാടികൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. സാധാരണ നിങ്ങൾക്കറിയാം, ഒരു ചാനൽ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഒരിക്കലും അത് ഒരു ലോക്കൽ ചാനലിന് ലൈവ് ടെലികാസ്റ്റ് നടത്താൻ സാധിക്കാറില്ല. പക്ഷേ അമൃതയോട് നമുക്ക് തോന്നുന്ന ഏറ്റവും വലിയ കടപ്പാട്, ഈ പരിപാടി സാധാരണക്കാർക്ക് വേണ്ടിയാണ് അവർ അവതരിപ്പിക്കുന്നത്. അവരൊരിക്കലും അമൃതയുടെ ചാനലിലല്ല ഈ പരിപാടി ടെലികാസ്റ്റ് ചെയ്യുന്നത്. അമൃത ചെലവഴിച്ച് അവിടെ സ്വന്തം കയ്യിൽ നിന്ന്, പോക്കറ്റിൽ നിന്ന് കാശ് ചെലവഴിച്ച് സാധാരണ കേബിൾ നെറ്റ്വർക്കിൽ കൊടുക്കാൻ വേണ്ടി ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായി വരുന്നു എന്ന് പറഞ്ഞാൽ അമൃത TVയോട് നിലമ്പൂർ നഗരസഭയ്ക്കും നിലമ്പൂരിലെ സാധാരണക്കാർക്കും ഈ അവസരം ഒരുക്കി തന്നതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നെനിക്കറിയില്ല. നമുക്ക് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അമൃത ചാനലിന്റെ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. നമുക്കൊരു നല്ല കയ്യടി അമൃതയുടെ ആളുകൾക്ക് വേണ്ടി നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ പ്രിയങ്കരായ മുഴുവൻ ആളുകളും, CEO അടക്കമുള്ള ഷിബു ചക്രവർത്തി അടക്കമുള്ള മുഴുവൻ ആളുകളും, നമ്മുടെ കവിയായ ഷിബു ചക്രവർത്തി അടക്കമുള്ള ആളുകൾ, പിന്നണി ഗാനരചയിതാവ് കൂടിയായ ഷിബു ചക്രവർത്തി അടക്കമുള്ള മുഴുവൻ ആളുകളും ഇന്ന് ഈ പരിപാടിയിൽ ഇതിനുശേഷം പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇതുവരെ നമ്മുടെ വേദിയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഒരാശംസ നമുക്ക് നടത്താൻ വേണ്ടി നമുക്ക് സമയം ലഭിച്ചിട്ടില്ല. ഇന്നാണ് അതിനുള്ള സാഹചര്യം നമുക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ പ്രിയങ്കരായ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം തന്നെ വേദിയിലുണ്ട്. VA കരീമും ശിവശങ്കരനും അതുപോലെ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി അടക്കമുള്ള മുഴുവൻ ആളുകളും വേദിയിലുണ്ട്. അവരോടെല്ലാവരെയും ഒരിക്കൽ കൂടി ഇതിനുവേണ്ടി ആശംസിക്കുകയാണ്. നമ്മുടെ നാളത്തെ ഒരു ദിവസത്തോടുകൂടി നമ്മുടെ പരിപാടി അവസാനിക്കുന്നു. സത്യം പറഞ്ഞാൽ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് ഏറെ ആശങ്കയൊക്കെ നമുക്കുണ്ടെങ്കിലും പരിപാടി അവസാനിക്കുമ്പോൾ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് പോലൊരു തോന്നലാണ് എല്ലാവർക്കുമുള്ളത്. എന്റെ മാത്രമല്ല, നിങ്ങൾക്കെല്ലാവർക്കും, ഇതുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും, 10,000-കണക്കിന് ആളുകൾ ലൈവ് ടെലികാസ്റ്റായി ലോക്കൽ ചാനലിലൂടെ മലപ്പുറം ജില്ലയിൽ മുഴുവനും പാലക്കാട് ജില്ലയുടെ ഒരു ഭാഗത്തും ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രസംഗത്തിലോ നമ്മുടെ പരിപാടിയിലോ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ടെലിഫോൺ ചെയ്ത് ഞങ്ങളോട് സംസാരിക്കുന്ന രൂപത്തിൽ അത്രയധികം ആളുകൾ സകൂതം അല്ലെങ്കിൽ കാതോർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പരിപാടി. ഇത് ഇല്ലാതെയാവുന്ന, ഇത് നിന്നു പോകുന്നത്, അല്ലെങ്കിൽ ഇത് തൽക്കാലത്തേക്ക് വിട പറയുന്നത് സത്യം പറഞ്ഞാൽ നിലമ്പൂർക്കാർക്ക് മാത്രമല്ല, ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും എന്തോ ഒന്ന് ദിവസവും ഉണ്ടായിരുന്നത് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ ഒരു തോന്നലാണ് ഉണ്ടാവുന്നത്. ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി ഞാൻ ആശംസ അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട, സാധാരണ എല്ലാ സാംസ്കാരിക സമ്മേളനങ്ങളിലും ഉദ്ഘാടകനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട്. ഈ ഉദ്ഘാടകനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നില്ല. ഈ ഉദ്ഘാടകൻ ഞാൻ പരിചയമുള്ളതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ അതിന് മുതിരുന്നില്ല. എന്റെ ഈ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഉദ്ഘാടകൻ ഒരു ചെറിയ സമ്മാനം നമുക്ക് തരുന്നുണ്ട്. അത് മിക്കവാറും നമുക്ക് ഒരു ഏപ്രിലിന് മുൻപ്, ഏപ്രിൽ 9-ാം തീയതിയാണ് നമ്മുടെ ദൂർദിന കർമ്മ പരിപാടികൾ അവസാനിക്കുന്നത്. അതിന് മുൻപ് തന്നെ ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നിലമ്പൂരിലേക്ക് 4.25 കോടി രൂപയോളം വിലമതിക്കുന്ന തെരുവ് വിളക്കുകൾ സൗജന്യമായി KSEBയുടെ കീഴിലുള്ള അനർട്ട് നമുക്ക് തരുന്നുണ്ട്. അതിന് നമ്മൾ ഊർജ്ജ വകുപ്പ് മന്ത്രിയോടും ആ ഡിപ്പാർട്ട്മെന്റിനോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഊർജ്ജ വകുപ്പ് മന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ശുഭരാത്രി.
സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ പ്രിയങ്കരനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദാണ്. നിലമ്പൂർ നഗരസഭയും നിലമ്പൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മർച്ചന്റ് അസോസിയേഷനും കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റും ചേർന്നൊരുക്കുന്ന നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന്റെ 6ാം ദിവസത്തെ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി കേരളത്തിന്റെ ബഹുമാന്യനായ ഊർജ്ജ വകുപ്പ് മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് ഈ വേദിയിൽ നിർവഹിക്കുകയാണ്. നിലമ്പൂർ നഗരസഭയുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ ആര്യാടൻ ഷൌക്കത്ത്, ശ്രീ കെ ശിവശങ്കരൻ, ശ്രീ ഗോപിദാസ്, GD ഇന്റർനാഷണലിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ TV സനിൽകുമാർ, ശ്രീ VA കരീം, നിലമ്പൂർ നഗരസഭയും നിലമ്പൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മർച്ചന്റ് അസോസിയേഷനും കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ചേർന്നൊരുക്കുന്ന നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന്റെ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി കേരളത്തിന്റെ ബഹുമാന്യായ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് ഈ അവസരത്തിൽ നിർവഹിച്ചിരിക്കുകയാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ, ആശംസാ പ്രസംഗം നടത്തുന്ന ശ്രീ VA കരീം, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി, ശ്രീ കെ ശിവശങ്കരൻ, ശ്രീ കെ പ്രേംനാഥ്, KP മുജീബ് റഹിമാൻ, KP ഗോപിദാസ്, സ്വാഗത പ്രസംഗം ചെയ്ത ശ്രീ കെ നൌഷാദ്, നന്ദി പ്രകടനം നടത്തുന്ന ശ്രീമതി ബിന്ദു രവികുമാർ, മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരും, ഇവിടെ വാസ്തവത്തിൽ പ്രസംഗത്തിനൊന്നും വലിയ സ്ഥാനമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഇവിടെ അമൃത ടിവിയുടെ വകയായി അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ കണ്ടാസ്വദിക്കാനാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ദീർഘിച്ചൊന്നും തന്നെ പറയുന്നില്ല. ആ കാര്യത്തെക്കുറിച്ച് ഏതായാലും ഒന്ന് ഞാൻ പറയട്ടെ. ഈ പാട്ടുത്സവം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ഉത്സവമാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല. നിലമ്പൂർ പാട്ട് എന്ന് പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒന്നാണ്. അന്ന് മുതൽ ഇന്ന് വരെ നോക്കിയാൽ ഇവിടെ മതസൗഹാർദ്ദം നിലനിർത്തുന്ന ഒന്നാണ് ഈ പാട്ടുത്സവം എന്ന കാര്യത്തിൽ സംശയവുമില്ല. വാസ്തവത്തിൽ പണ്ടുകാലത്തൊക്കെ ഈ നിലമ്പൂർ നിവാസികൾ ഇന്ത്യയുടെ ഏത് ഭാഗത്തുണ്ടെങ്കിലും ധനു 23-ന് അവരെല്ലാം നിലമ്പൂരിലെത്തും. അന്നാണ് വലിയ പാട്ട് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ സ്ഥലത്തെത്തും എന്ന് മാത്രമല്ല, ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും കല്യാണം ചെയ്തു പോയ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും കുട്ടികളുമൊക്കെ വരുന്ന ഒരു ദിനമായി പണ്ട് മുതലേ, എന്റെ ചെറുപ്പകാലം മുതലേ എനിക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിലെല്ലാവരും ഒരുപോലെയാണ്. ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിഭാഗക്കാരും, പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരുമെല്ലാം. പണ്ടുകാലത്തൊക്കെ പട്ടികവർഗക്കാർ ഇറങ്ങി വരുന്നത് പാട്ടുത്സവത്തിനായിരുന്നു. കൊല്ലത്തിൽ ഒരു തവണ അവർ നിലമ്പൂരിലേക്ക് വന്നത് പാട്ടുത്സവത്തിനാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്നൊരു കൊടിമരം കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതിലെല്ലാവരും യോജിക്കുന്ന ഒരു കാലം. നിലമ്പൂർ കോഴിക്കാരാണ് നിയന്ത്രിച്ചതും നടത്തിയതുമൊക്കെ. ആ കാലഘട്ടം അവരാണ് എല്ലാം ചെയ്തത്. പക്ഷേ ഒരു കാര്യം, ജനങ്ങളെല്ലാവരും അതുമായി സഹകരിച്ചിരുന്നു. അവരുടെ കുടിയാന്മാരായിരുന്ന മുഴുവൻ ജനങ്ങളെയും ആ കാര്യത്തിൽ സംഘടിപ്പിക്കാൻ അവർക്കന്ന് സാധിച്ചിരുന്നു എന്നതൊരു വസ്തുതയാണ്. അതിന്റെ ഫലം നോക്കിയാൽ, നിലമ്പൂരിന്റെ ചരിത്രം നോക്കിയാൽ, മതസൗഹാർദ്ദം നിലനിന്നൊരു പ്രദേശമാണ് നിലമ്പൂര്. അതാണ് നമുക്ക് ഏറ്റവും പൈതൃകമായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, പാട്ടുത്സവത്തിലുള്ള യോജിപ്പ് മുഴുവൻ കാലം 365 ദിവസം നിലനിർത്തിയ ഒരു പാരമ്പര്യം നിലമ്പൂർ നിവാസികൾക്കുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ സാമുദായിക ലഹളകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും
നിലമ്പൂർ പ്രദേശത്ത് അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നാം കാണണം. അതിനെല്ലാം പ്രചോദനം നൽകിയത് ഇത് ഈ ഒരു ഉത്സവമാണ്, ഈ ഒരു ഐക്യമാണ്, ഈ ഒരു യോജിപ്പാണ്. അങ്ങനെ നിലമ്പൂരിലെ നിവാസികളെ മുഴുവൻ ഒന്നിപ്പിച്ച ഒരു ദേശീയ ഐക്യത്തിൽ ഉറപ്പിച്ചു നിർത്തിയ ഒരു ഉത്സവമാണ് നിലമ്പൂർ പാട്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ടിനുള്ള ഏറ്റവും വലിയ പ്രാധാന്യം. അതിന്ന് കുറെ കലാപരിപാടികളും ബാക്കിയുള്ള കാര്യങ്ങളുമായി എല്ലാം ഇന്ന് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഈ മുനിസിപ്പാലിറ്റിയെയും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെയും അതുപോലെ ഈ വ്യാപാരി ഈ മർച്ചന്റ്സ് അസോസിയേഷനെയും മറ്റുള്ള ആളുകളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ, അനുമോദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്നിവിടെ കൂടിയ ആളുകൾക്ക് മതം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല, അവര് രാഷ്ട്രീയം നോക്കുന്നില്ല. അവർ ഈ ഉത്സവത്തിൽ പങ്കാളികളാകുന്നു. ഇവിടെ നടക്കുന്ന ഈ കലാ പരിപാടികളിൽ അവർ പങ്കാളികളാവുന്നു എന്നുള്ളതാണ്. ഇത് വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേശീയോത്ഗ്രന്ഥനത്തിന് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഇത് ഇനിയും ഇതിനേക്കാൾ കൂടുതൽ പങ്കാളിത്തത്തോടുകൂടി നമുക്കിവിടെ കൊണ്ടാടാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. ആശംസ പ്രസംഗം നടത്തുന്നതിനായിട്ട് പ്രിയങ്കനായ ശ്രീ വി എ കരീമിനെ ക്ഷണിക്കും. വേദിയിൽ ഉപവിഷ്ടരായ ആരാധ്യനായ ഊർജ വകുപ്പ് മന്ത്രി അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കലാ ആസ്വാദകരെ, സ്നേഹമുള്ള നാട്ടുകാരെ, കഴിഞ്ഞ 5 വർഷക്കാലമായി നിലമ്പൂർ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റി, അതിനുശേഷം മുനിസിപ്പാലിറ്റിയും നിലമ്പൂർ പാട്ടിനോടനുബന്ധിച്ചുകൊണ്ട് ഇത്തരം കലാമേള ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഓരോ വർഷവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ സംഘടിപ്പിക്കുവാൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും പിന്നീട് മുനിസിപ്പൽ ചെയർമാനുമായ ശ്രീ ആര്യാടൻ ഷൌക്കത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്, അഭിമാനിക്കാനുള്ള കാര്യമാണ്. അടുത്ത വർഷം ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നിലമ്പൂർ പാട്ടുത്സവം അരങ്ങേറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ആശംസ അറിയിക്കുന്നതിനായിട്ട് അഡ്വക്കേറ്റ് കെ മുഹമ്മദ് അലി ക്ഷണിക്കും. അഭിനന്ദനായ അധ്യക്ഷൻ, പ്രിയങ്കരനായ നിലമ്പൂരിന്റെ ആര്യാടൻ ബാപ്പുട്ടി, ഉദ്ഘാടകൻ കേരളത്തിന്റെ പ്രിയങ്കരനായ ആര്യാടൻ കുഞ്ഞാക്ക, വിശിഷ്ടാതിഥികളെ, സംഘാടക സുഹൃത്തുക്കളെ, സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, ഉജ്ജ്വലമായൊരു കലാപ്രകടനത്തിന് കാതോർത്തിരിക്കുകയാണ് നിങ്ങൾ. നിങ്ങളുടെ മുന്നിൽ സുദീർഘമായി സംസാരിക്കുക എന്ന സാഹസത്തിന് ഏതായാലും ഞാൻ മുതിരുന്നില്ല. ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടതും ആശംസകൾ നേരേണ്ടതും നിങ്ങളെയാണ്. അത്രമാത്രം ക്ഷമയോടുകൂടി, സ്നേഹാദരങ്ങളോടുകൂടി ഈ പരിപാടികൾ നിങ്ങൾ വീക്ഷിക്കുകയാണ്. എത്രയോ ദിവസങ്ങളായി ഈ ഗ്രൗണ്ടിന് താങ്ങാൻ കഴിയാവുന്നതിലധികം വലിയൊരു ജനസഞ്ചയം വന്നിട്ട് പോലും വലിയ പ്രശ്നങ്ങളില്ലാതെ വളരെ ക്ഷമയോടുകൂടി നിൽക്കുക എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. ഇതിന്റെ ഉജ്ജ്വലരായ സംഘാടക സമിതിക്കും അതുപോലെ തന്നെ പ്രിയങ്കരരായ നാട്ടുകാർക്കും മഹത്തായ ചടങ്ങിനും വിജയാശംസകളുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദനങ്ങൾ. ആശംസ അറിയിക്കുന്നതിനായി പ്രിയങ്കരനായ ശ്രീ കെ ശിവശങ്കരനെ ക്ഷണിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, നഗരസഭാ ചെയർമാൻ ശ്രീ ആര്യാടൻ ഷൌക്കത്ത്, പ്രിയപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് അവർ, മറ്റു വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ പാട്ടുത്സവം ഇത്ര വിപുലമായി ആരംഭിച്ചതിന് ശേഷം
ഓരോ വർഷവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ട് വളരെ വിപുലമായി തന്നെ ഇത് നടത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ള കാര്യം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഇത് നടത്തിക്കൊണ്ടുപോകുന്നതിന് ഇതിന് നേതൃത്വം വഹിക്കുന്ന മുനിസിപ്പാലിറ്റി ചെയർമാനെയും അതിന്റെ മുഴുവൻ അംഗങ്ങളെയും അതേപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിനുവേണ്ടി സഹായിക്കുന്ന മറ്റു ഒട്ടനവധി ആൾക്കാരുണ്ട്. അവരെല്ലാവരെയും കൂടാതെ വളരെ ക്ഷമയോടുകൂടി നമുക്ക് ഈ പരിപാടി വളരെ വമ്പിച്ച വിജയമാക്കി ഓരോ ദിവസവും നമുക്കത് വളരെ ക്ഷമയോടെ നിൽക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ സ്നേഹസമ്പന്നരായ നാട്ടുകാരെ എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. ശ്രീ കെ പി മുജീബ് റഹ്മാൻ, നഗരസഭാ കൌൺസിലർ. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ഈ സദസ്സിലെ വിശിഷ്ട വ്യക്തി നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് അവറുകൾ ആശംസാ പ്രസംഗം നടത്തുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തുള്ള കടപ്പാട് പറയാതെ നിർവാഹമില്ല. ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ ഓരോ ആളുകൾ സ്വാധീനിക്കപ്പെടും. എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചത് എന്റെ പിതാവാണ്. ആ പിതാവിന്റെ സ്വാധീനം എന്റെ വ്യക്തി ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി എന്നെ സ്വാധീനിച്ചത് അദ്ദേഹത്തിന്റെ മതേതരത്വം, ജനാധിപത്യം, ജാതിക്കും മതത്തിനും അതീതമായി പാവങ്ങളെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്ന ഈ മഹാനായ മനുഷ്യനെ അനുകരിക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള കഴിവും ശക്തിയും എനിക്ക് ഇല്ല എന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു സംവിധായകൻ, ഇവിടുത്തെ ശ്യാം പ്രസാദ് എന്ന് പറയുന്ന സംവിധായകൻ നമ്മൾ പ്രധാനമായിട്ട് ഗസ്റ്റായി വരേണ്ട ആളായിരുന്നു. അദ്ദേഹം ഇന്നെത്താൻ സാധിച്ചില്ല. അതിന് കാരണം അദ്ദേഹത്തിന് കോഴിക്കോട് ദിലീപിന്റെ ഒരു പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടു അദ്ദേഹം വരാൻ സാധിച്ചിട്ടില്ല. ആ ചിത്രത്തിന്റെ പേര് ലീല എന്നാണ്. ആ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഇവിടെ അനുസ്മരിക്കാതിരിക്കുന്നത് വളരെ മോശമായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരേ കടൽ എന്ന ചിത്രം, ആ ചിത്രം മനുഷ്യ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾക്കെതിരെ, കുടുംബം നടന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾക്കെതിരെ അദ്ദേഹം നിരത്തിയ ആ ചിത്രം കേരള ജനത അംഗീകരിച്ചിട്ടുണ്ട്, അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ അസാന്നിധ്യത്തിൽ ആശംസ അർപ്പിക്കുകയാണ്. അതുപോലെ ഇന്ന് പ്രോഗ്രാം എത്തിയ മുഴുവൻ ആളുകൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിൽ ഇന്നത്തെ കലാസന്ധ്യ നമുക്കായി ഒരുക്കുന്നത് നമുക്കറിയാം GD ഇന്റർനാഷണൽ റെഡ് ഫോർട്ടാണ്. GD ഇന്റർനാഷണൽ റെഡ് ഫോർട്ടിന്റെ MD ശ്രീ ഗോപിദാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം ആശംസ അറിയിക്കുന്നതിനായി ശ്രീ ഗോപിദാസിനെ ക്ഷണിക്കുന്നു. ഇവിടെ സ്വാഗതം ആശംസിച്ച കെ നൌഷാദ്, നിലമ്പൂരിന്റെ നഗരസഭാ അധ്യക്ഷൻ, നിലമ്പൂരിന്റെ കലാസാംസ്കാരിക ജനനായകനുമായ ശ്രീ ആര്യാടൻ ഷൌക്കത്ത് സർ, നമ്മുടെ ഉദ്ഘാടകൻ കേരളത്തിന്റെ വിദ്യുത് ശക്തി മന്ത്രി, സർവോപരി കേരളം കണ്ട ഏറ്റവും വലിയ പാർലമെന്റേറിയനുമായ, എല്ലാത്തിനുമുപരി നിലമ്പൂരിലെ ജനങ്ങളുടെ മനോധൈര്യമായ ശ്രീ ആര്യാടൻ മുഹമ്മദ് സർ, ആശംസകൾ അർപ്പിച്ച ശ്രീ VA കരീം സർ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി, കെ ശിവശങ്കരൻ സർ, കെ പ്രേംനാഥ്, KP മുജീബ്, ശ്രീമതി ബിന്ദു രവികുമാർ, വേദിയിലിരിക്കുന്ന കൌൺസിലർമാർ, വ്യാപാരി സുഹൃത്തുക്കൾ, മറ്റു വിശിഷ്ട വ്യക്തികളെ, നിലമ്പൂരിലെ കലാസമ്പന്നരായ നാട്ടുകാരെ, കഴിഞ്ഞ 5 ദിവസമായി ഈ വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂർ പാട്ടുത്സവത്തെ മഹത്തരമാക്കിയ ആയതിന്റെ അധ്യക്ഷൻ ശ്രീ ആര്യാടൻ ഷൌക്കത്ത് സാറിനും ആയതിനെ യാഥാർത്ഥ്യമാക്കിയ വ്യാപാരി വ്യവസായി മർച്ചന്റ് അസോസിയേഷനും ആയതിനെ ഒരു മഹോത്സവമാക്കി മാറ്റിയ നിലമ്പൂരിലെ മക്കളായ
നിങ്ങളിൽ ഓരോരുത്തർക്കും ഹോട്ടൽ GD ഇന്റർനാഷണൽ റെഡ് ഫോർട്ടിന്റെ അഭിവാദ്യങ്ങൾ. തഞ്ചാവൂരിലും പത്മനാഭന്റെ മണ്ണിലും പിറന്ന ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഇതിനൊക്കെ എങ്ങനെയാണ് നിലമ്പൂരിലെ മണ്ണിലും വേരുറച്ചത്? കർണാടകത്തിലും ചെന്തമിഴിലും പിറന്ന ഗന്ധർവ സംഗീതത്തിന് എങ്ങനെയാണ് കൃഷ്ണചന്ദ്രനെ പോലെയുള്ള ആളുകളെ കൊണ്ട് നിലമ്പൂരിൽ ജന്മമെടുക്കാൻ സാധിച്ചത്? സ്റ്റേജ് ഷോകൾ അരങ്ങ് തകർക്കുമ്പോഴും ബാലൻ കലോത്സവത്തിന് എങ്ങനെയാണ് നിലമ്പൂരിൽ ആയിരക്കണക്കിന് വരുന്ന കാണികളെ നേടിയെടുക്കാൻ സാധിച്ചത്? എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ഈ ചോദ്യങ്ങൾക്ക് നിലമ്പൂരിലെ ഈ സാംസ്കാരിക സമ്മേളനം, ഒന്നാം ദിവസത്തെ സാംസ്കാരിക സമ്മേളനം, അതിൽ അണിനിരന്ന നിലമ്പൂരിന്റെ പൈതൃകം പേരുന്ന ഒരുപാട് കലാകാരന്മാരെ കണ്ടപ്പോൾ എനിക്കതിനുള്ള ഉത്തരം കിട്ടി. അവരാരൊക്കെയായിരുന്നു? ഒന്ന്, ഇന്ദിരാണി അമ്മ, RK മലയത്ത്, നിലമ്പൂർ ആയിഷ, കൃഷ്ണചന്ദ്രൻ, പ്രൊഫസർ മുതുകാട്, ഇങ്ങനെ പോകുന്നു അവരുടെ പേരുകൾ. ഇത്രയേറെ കലാസാംസ്കാരിക പാരമ്പര്യമുള്ള ഗുരുക്കന്മാർക്ക് ജന്മം നൽകാൻ സാധിച്ച ഈ ഭൂമി, കേരളത്തിന് തന്നെ മുഴുവൻ കലാസാംസ്കാരിക പൈതൃകമുള്ള ജന്മങ്ങളെയും വാർത്തെടുക്കാൻ മാത്രം കഴിവുള്ള വ്യക്തിത്വങ്ങൾ പിറന്ന ഈ മണ്ണിന് മറ്റെന്താണ് സാധിക്കാത്തത്? ഇന്ദിരാണി വെച്ചാൽ ആരാണ്? ഇന്ദിരാണി എന്ന് വെച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ദേവേന്ദ്രന്റെ ഭാര്യ. ദേവലോകം എന്ന് വെച്ചാൽ എന്താണ്? ദേവലോകം എന്ന് വെച്ചു കഴിഞ്ഞാൽ മനോഹരമായ അപ്സരസുകൾ, നിലമ്പൂരിനെ പോലെ തന്നെ മനോഹരമായ പൂന്തോട്ടങ്ങൾ, ആ പൂന്തോട്ടങ്ങളിൽ പാറിപ്പറക്കുന്ന നിലമ്പൂരിലെ പോലത്തെയുള്ള മനോഹരമായ പൂമ്പാറ്റകൾ, അപ്സരസുന്ദരികൾ നൃത്തം വയ്ക്കുന്ന ഇന്ദ്രപ്രസ്ഥം എന്ന ദേവേന്ദ്രന്റെ ഇന്ദ്രപുരി, നമ്മളുടെ ഈ വേദി പോലെ തന്നെ അതേപോലെ തന്നെ പ്രശസ്തമായ ഇന്ദ്രപുരി, അവിടെ അങ്കലാവണ്യമുള്ള ദേവകന്യകൾ നൃത്തമാടുന്നു, ദേവന്മാർ തമ്പുരു വീട്ടുന്നു. ഗാനഗന്ധർവന്മാർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇന്ദ്രാണി പിറന്ന ഈ നിലമ്പൂരിൽ എങ്ങനെ ഈ വേദി ഒരു ദേവലോകമോ ദേവപ്രസ്ഥമോ ഇന്ദ്രപ്രസ്ഥമോ അല്ലാതാകുന്നത് എങ്ങനെ? അവിടെയാണ് എന്റെ ഉത്തരം ഞാൻ കണ്ടെത്തിയത്. മാത്രമല്ല, ശ്രീ സൂര്യ കൃഷ്ണമൂർത്തിയുടെ ഗാന്ധാരം കണ്ടപ്പോൾ ആരൊക്കെയാണ് ഇവിടെ നർത്തനമാടിയത്? ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് അങ്ങ് ഡൽഹി, ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും അങ്ങ് അനന്തപുരിയിൽ നിന്നും വന്ന നർത്തകിമാർ അവരുടെ രൂപലാവണ്യവും അങ്കാരവടിയും പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ വേദിയിൽ നടനമാടിയപ്പോൾ ഞാൻ ഒരു നിമിഷം അന്തപ്പെട്ടുപോയി. കാരണം ഞാൻ സംശയിച്ചു, ദേവലോകത്തു നിന്നും ആ ദേവകന്യകമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ നിലമ്പൂരിൽ നൃത്തമാടിയതാണോ എന്ന്. അത്രമാത്രം രൂപലാവണ്യവും അംഗലാവണ്യവും നടുള്ള ചലുതയും അതിനുണ്ടായിരുന്നു. ബാലൻ നാടകോത്സവം കുടുംബത്തിന്റെ തീവ്രത തുറന്നുകാട്ടിയ സ്വപ്നമാളിക, റിയാലിറ്റി ഷോയിന്റെ ഉള്ളു തുറന്ന പാവം മനുഷ്യൻ, കളത്തനാട്, വള്ളുവനാട്, തുളുനാട് വീരവനിതകളുടെ കഥ വിളിച്ചോതിയ മതിലേരിക്കന്നി എല്ലാം ഗംഭീരമായി. ഇവിടെ ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഈ കലാസാംസ്കാരിക കൂട്ടായ്മ ഇവിടെ ഇനി നിലനിൽക്കുകയാണെങ്കിൽ സർഗകലകളുടെ ശുദ്ധ സംഗീതത്തിന്റെയും സ്വർഗീയ താളങ്ങൾ ഇനി ഉയർത്താൻ, ഈ വേദി ഉയർത്താൻ അവർക്ക് കഴിയും. ഗന്ധർവ സംഗീതത്തിന്റെ തമ്പുരു വീട്ടട്ടെ. ആ ഗാന സുധാലയത്തിൽ നിങ്ങളോടൊപ്പം ആടിത്തിമർക്കാൻ, ആ ഗാനസുധാലയത്തിൽ നിങ്ങളോടൊപ്പം
അളിഞ്ഞാടുവാൻ ഹോട്ടൽ GD ഇന്റർനാഷണൽ റെഡ് ഫോർട്ട് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.